ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജുശ്രീ, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളിയിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡ്രൈ ഐ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡ്രൈ ഐ ഒരു സാധാരണ പ്രശ്നമാണ് എങ്കിൽ തന്നെയും ഒരുപാട് പേഷ്യൻസ് ഇന്ന് ഒപിയിൽ വരുന്നത് ഇതിന്റെ പ്രശ്നം കാരണമാണ്. എന്താണ് ഡ്രൈ ഐ അഥവാ വരണ്ട കണ്ണുകൾ? കൃഷ്ണമണിയുടെ മുകളിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ടിയോഫിലിം അഥവാ കണ്ണുനീര്. ഇതിന്റെ ഉൽപാദനത്തിന്റെ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന ടിയോഫിലിം സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതോ കൊണ്ട് ഡ്രൈ ഐ സിംറ്റംസ് വരാം. എന്തൊക്കെയാണ് ഡ്രൈ ഐസിന് കാരണങ്ങൾ? പ്രധാനമായും കാണുന്നത് ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നവരിലും പ്രായമായവരിലും കാണാറുണ്ട്. അലർജി, ഇൻഫെക്ഷൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, പിന്നെ ചിലപ്പോൾ റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കാഴ്ച കുറവുള്ളത് കൊണ്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഡ്രൈ ഐസിന്റെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ? ആദ്യമായിട്ട് പേഷ്യൻസ് പറയുന്നത് കണ്ണിൽ പുകച്ചിൽ അഥവാ ബേണിംഗ് സെൻസേഷൻസ്, അല്ലെങ്കിൽ ഫോറിൻ ബോഡി സെൻസേഷൻ, കണ്ണിൽ ഒരു മണ്ണിട്ട പോലെ. പിന്നെ ചിലർക്ക് കണ്ണുകളിൽ കൺകുരുവായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ചിലർ വാട്ടറിങ്, അതായത് ഡ്രൈ ഐസിന് വാട്ടറിംഗ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കൽ, ഇതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. ഡ്രൈ ഐസിന് എന്താണ് ട്രീറ്റ്മെന്റ്? സാധാരണയായിട്ടും സിമ്പിൾ ആയിട്ട് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ടിയേഴ്സോ അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കൻസോ വെച്ച് ഇത് പരിഹരിക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും നിങ്ങൾ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാതെ അടുത്തുള്ള ഒരു കണ്ണ് ഡോക്ടറിനെ കാണിച്ച് ഇതിന്റെ കോസ് കണ്ടെത്തുക, എന്താണ് കാരണം എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയായിരിക്കും നല്ലത്. എങ്ങനെ പ്രതിരോധിക്കാം? സ്ക്രീൻ ടൈം കൂടുന്നതാണ് പ്രധാനമായും ഡ്രൈ ഐസിന് ഒരു കാരണം. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും ഇന്റർവെൽ എടുക്കുക, അതായത് 20-20-20 റൂള് പറയും. 20 മിനിറ്റ്സ് കൂടുന്തോറും 20 ഫീറ്റ് ദൂരത്തേക്ക് ഒരു 20 സെക്കൻഡ് നോക്കുക. ഫ്രീക്വന്റ് ബ്ലിങ്കിങ്, പ്രോപ്പർ ആയിട്ട് ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ആർട്ടിഫിഷ്യൽ ടിയേഴ്സോ ലൂബ്രിക്കന്റ് യൂസ് ചെയ്യാം. പിന്നെ AC വെന്റിന് നേരെ ഇരിക്കാതിരിക്കുക. എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് ഒരുവിധം നമുക്ക് നമ്മുടെ ഡ്രൈ ഐസ് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈ ഐ സിംറ്റംസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറിനെ കണ്ടിട്ട് ചികിത്സ എടുത്ത് ഇത് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക. ഡ്രൈ ഐ ഒരു സാധാരണ പ്രശ്നമാണ്. ശരിയായ പരിചരണവും ചികിത്സയും കൊണ്ട് ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാനാകും. താങ്ക് യു.